ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിക്കാനുള്ള രാഹുലിന്റെ തീരുമാനത്തെ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഴിമതിയും കുടുംബഭരണവും കാരണം രാജ്യത്ത് കോൺഗ്രസിനെതിരെ വലിയ രീതിയിൽ രോഷമുയരുന്നുണ്ട്. ഈ രോഷം രാഹുലിന്റെ സീറ്റിനും ഭീഷണി ഉയർത്തുകയാണ്. രാഹുലിന് തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് അവർ വാദിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിലുള്ള കർണാടകയിൽ നിന്ന് വേണമെങ്കിലും അവർക്ക് മത്സരിക്കാം. പക്ഷേ അയൽ സംസ്ഥാനത്തേക്കാണ് അദ്ദേഹം പോയത്. കാരണം അദ്ദേഹം സുരക്ഷിത സ്ഥാനം തേടി പോയതാണ്. കർണാടകയിലെ ജനങ്ങളുടെ വികാരം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. മാത്രവുമല്ല, സഖ്യകക്ഷിയായ JDSന്റെ കാര്യത്തിൽ അവർക്ക് യാതൊരു ഉറപ്പുമില്ല. JDS പ്രതികാരം ചെയ്യുമോ എന്നാണ് കോൺഗ്രസ് ഭയക്കുന്നത്. പ്രധാനമന്ത്രി പദത്തിലിരുന്ന ദേവഗൌഡയെ സോണിയാഗാന്ധിയാണ് താഴെ ഇറക്കിയത്. ദേവഗൌഡയോട് താൻ ചെയ്തതിനുള്ള പ്രതികാരം തന്റെ മകനോട് JDS ചെയ്യുമോ എന്നാണ് സോണിയ ഭയക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. കാവൽക്കാരൻ കള്ളനാണെന്ന് പറഞ്ഞവരിൽ നിന്നാണ് കെട്ടുകണക്കിന് കള്ളപ്പണം പിടിച്ചതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഞ്ഞടിച്ചു. മഹാരാഷ്ട്രയിലെ രാത്തൂരിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിനെ മോദി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 6 മാസമായി അവർ പറഞ്ഞു, ഇപ്പോൾ അവരുടെ പക്കൽ നിന്ന് കെട്ടുകണക്കിന് കള്ളപ്പണം പിടിച്ചു. കാവൽക്കാരനെ ഭയക്കുന്നത് ആരാണെന്ന് മനസ്സിലായില്ലേ? പ്രധാനമന്ത്രി ഇങ്ങനെയാണ് ചോദിക്കുന്നത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെ സഹായികളിൽ നിന്ന് കോടിക്കണക്കിന് അനധികൃത പണം പിടിച്ചത് പരാമർശിച്ചായിരുന്നു മോദിയുടെ ഇത്തരത്തിലുള്ള പ്രസംഗം. ഇങ്ങനെ അനധികൃതമായി പണം കൈവശം വയ്ക്കുന്നവർ കാവൽക്കാരനെ ഭയക്കുന്നത് സ്വാഭാവികം. അങ്ങനെ ഭയക്കുന്നവർ കാവൽക്കാരനെ അധിക്ഷേപിക്കുന്നതും സ്വാഭാവികം തന്നെയാണ്. പാകിസ്ഥാൻ എന്ന രാജ്യം ഉടലെടുത്തതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ കോൺഗ്രസുകാരാണെന്ന് മോദി പറയുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് അന്നത്തെ കോൺഗ്രസ് നേതാക്കൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ പാകിസ്ഥാനെ പോലൊരു രാജ്യം ഇന്നുണ്ടാവില്ലായിരുന്നു. പാകിസ്ഥാന്റെ താല്പര്യങ്ങളാണ് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പത്രികയിലുള്ളത്. കൂടാതെ കാശ്മീരിന് മാത്രമായി ഒരു പ്രധാനമന്ത്രി വേണമെന്ന് വാദിക്കുന്നവർക്കൊപ്പമാണ് കോൺഗ്രസും സഖ്യകക്ഷിയായ NCPയും എന്നും മോദി ആരോപിക്കുന്നു. ഭീകരരെ വീട്ടിൽ കയറി ആക്രമിക്കുന്ന ഇന്ത്യയാണ് ഇന്നുള്ളത്. രാജ്യസുരക്ഷയും കർഷക ക്ഷേമവുമാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. കഴിഞ്ഞ 5 വർഷം നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് എന്റെ നേട്ടം. രാജ്യത്ത് നിന്ന് മാവോയിസ്റ്റുകളെ തുരത്തുകയാണ് എന്റെ ലക്ഷ്യമെന്നും മോദി പറയുന്നു. രാഹുൽ വയനാട്ടിലെത്തിയത് ദേവഗൌഡയെ ഭയന്നാണെന്ന് മോദി ആവർത്തിക്കുന്നുണ്ട്. തെക്കേ ഇന്ത്യയിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച രാഹുൽ വയനാട്ടിലെത്തിയത് JDS അധ്യക്ഷൻ ദേവഗൌഡയെ ഭയന്നാണെന്ന് പ്രധാനമന്ത്രി പറയുന്നു. മൈസൂരിൽ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു രാഹുലിനെതിരെയുള്ള നരേന്ദ്രമോദിയുടെ കടന്നാക്രമണം. തെക്കേ ഇന്ത്യയിൽ മത്സരിക്കാനാണെങ്കിൽ കർണാടകത്തിൽ മത്സരിക്കാം, എന്തുകൊണ്ട് മൈസൂരിൽ മത്സരിച്ചില്ല? ദേവഗൌഡ പ്രതികാരം ചെയ്യുമോ എന്ന ഭയമാണ് രാഹുലിന്. 1997 11 മാസം പ്രായമുള്ള ദേവഗൌഡയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ പിന്നിൽ നിന്ന് കുത്തിയത് സോണിയയാണ്. കർണാടകയിൽ മത്സരിച്ചാൽ ദേവഗൌഡ ഇതിന് പകരം വീട്ടുമോ എന്ന ഭയമാണ് സുരക്ഷിത മണ്ഡലം തേടി രാഹുലിനെ വയനാട്ടിലെത്തിച്ചതെന്നും മോദി പറയുന്നു. വയനാട്ടിലെത്തിയ രാഹുൽ CPMനെ കുറിച്ച് ഒരക്ഷരം പറയില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ കോൺഗ്രസും CPMും തമ്മിലുള്ള ഇരട്ടത്താപ്പാണെന്നും പ്രധാനമന്ത്രി ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.